കളവാണ്. അല്ല പ്രഭു. അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചിറ്റ അല്ലേടാ, നമ്മുടെ ചിറ്റ ഹെഡ് മാഷായി. അപ്പൊ അതിന്റെ ഒരു പാർട്ടി ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മളെല്ലാരും വൈകുന്നേരം പാർട്ടിക്ക് പോവാ അല്ലേടാ. തുടങ്ങിയില്ലേ പാർട്ടി? തുടങ്ങിയില്ലേ? വാങ്ങു പോവല്ലേ? ചിറ്റേനോട് എന്താ പറയാ? ഹാപ്പി ന്യൂ ഇയർ എന്നോ? ഹാപ്പി ന്യൂ ഇയർ എന്നല്ലടാ, ഹാപ്പി കൺഗ്രാറ്റുലേഷൻ. അപ്പൊ നമുക്ക് അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അലമ്പാക്കല്ലോ കേട്ടോ, പ്ലീസ് 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 അലമ്പാക്കരുത്, ആരും അലമ്പാക്കരുത്. പാത്രത്തിൽ വെക്കണോ? പരത്തി വെച്ചാ മതിയോ? പ്ലീസ്. കേക്കിന്റെ കാര്യത്തിൽ ചീഞ്ചാട്ടി ഡീൽ ചെയ്തോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഇതിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. അപ്പൊ എല്ലാവർക്കും ഈശ്വരശേഖി സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ അജിയമ്മയ്ക്ക് HM പ്രൊമോഷൻ കിട്ടി. ദീർഘകാലത്തെ എത്ര നാളായി? അമ്മ 25-ാം വയസ്സില് ജോലിക്ക് സ്ഥിരമായി. അതിന് മുന്നേ തൊട്ടേ പണിക്ക് കയറിയെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതന്നെ ജോലിക്ക് കയറി. അപ്പൊ അങ്ങനെ നീണ്ട 30 വർഷം നീണ്ട 30 വർഷത്തെ സേവനത്തിന്റെ ഒടുവിൽ അമ്മ ഇപ്പൊ HM ആയി പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നല്ല അപ്പൊ ഇതുവരെ GLPS അടക്കാക്കുണ്ടിലായിരുന്നു, നമ്മുടെ സ്വന്തം മൈലാടി സ്കൂളിലായിരുന്നു അമ്മ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ അതിനുശേഷം GLPS പയ്യാക്കോട് എന്നൊരു കുഞ്ഞു സ്കൂളിലേക്ക് HM ആയി പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതില് ആ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന എല്ലാ കുടുംബാംഗങ്ങളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടി കഴിയും. ആദ്യമായിട്ടാണ് ഒരാള് നമ്മുടെ കുടുംബത്തിൽ അച്ഛമാവുന്നത്. ചിറ്റപ്പന നമ്മള് വീണ്ടും വീണ്ടും ആദ്യത്തെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഓക്കെ ഓക്കെ. മൈക്ക് മൈക്ക് ചിറ്റ ഇപ്പൊ ശരിക്കും മറ്റേ UP സ്കൂളായിട്ടോ. ഇപ്പൊ ശരിക്കും UP സ്കൂൾ സെറ്റപ്പിലേക്ക് മാറി. മതി മതി എല്ലാരും ടീച്ചർ എല്ലാവർക്കും മധുരം കൊടുക്കണ്ടേ? മതി മതി. ഓ അവിടെ കൊടുക്ക. ഓ ഈ കേക്ക് മുറിക്കാൻ ഒരു പ്രത്യേക കഴിവാണോ? അത് നമ്മുടെ ജിഞ്ചന്റെ അത് അത്ര ഉള്ളു. ജിഞ്ചന്റെ അമ്മലെ നമ്മുടെ സ്ഥിരം കേക്ക് മുറിക്കാരനാണോ ജിഞ്ചന്റെ? എവിടെ ഉണ്ടെങ്കിലും എത്ര പേർക്ക് പോകും ചെറിയത്? ജിഞ്ചന്റെ പിള്ളേർക്ക് കുഞ്ഞു പീസ് കൊടുത്താൽ മതി. വരുന്നുണ്ട് ഉണ്ട് ഇഷ്ടമാരിന്റെ പേർപ്പായ കേക്ക് മുറി പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടോ. ഇനി നമുക്ക് ബിരിയാണി വിളമ്പൽ പരിപാടിയാണ്. മൈക്ക് കണക്ഷൻ ഓക്കെ. ഇതൊക്കെ വേണ്ട പാപ്പം വിളമ്പ. നമ്മുടെ ടീച്ചർ ഫുൾ തിരക്കിലാട്ടോ. എടാ അയൽക്കുട്ടി ടീച്ചർ എന്ത് ചെയ്യാ? പാവം ടീച്ചർ ചിറ്റ ഫുൾ തിരക്കിലാട്ടോ. ഹെഡ് മാഷ് ആയിട്ട് എന്താ പറയുക? പാവം അങ്ങോട്ട് വന്ന് പാവം ഹെഡ് മാഷ് ആയിട്ടും പാവട്ടോ. ഇന്ന് പാർട്ടിയും കൊടുത്തിട്ട് എല്ലാരെയും പാവം. നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് നല്ല പ്രായം 21-ാം വയസ്സിൽ തന്നെ ജോലിക്ക് കയറാൻ ഇടയായി. നീണ്ട 30 വർഷത്തെ
സേവനത്തിന് ശേഷം HMI പ്രൊമോഷനായി. ദൈവാനുഗ്രഹം. എല്ലാം ദൈവാനുഗ്രഹം. ഒന്നും എൻ്റെ കഴിവിന്റെ മഹത്വമല്ല. അത് ഞാൻ ഒരിക്കലും പറയൂല. ഞാൻ ഒരിക്കലും നനച്ചിട്ടില്ല ഞാനൊരു അധ്യാപികയാവുമെന്ന്. ആഗ്രഹങ്ങൾ പലതായിരുന്നു. പക്ഷെ ദൈവനിയോഗം പോലെ എനിക്ക് ഇങ്ങനെ ഒന്ന് എത്തിപ്പെടാൻ സാധിച്ചു. അതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇനി 5 വർഷം കൂടി ഉണ്ട്. ഇനി 5 വർഷം കൂടി ഉണ്ട്. അതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ആപത്തും കൂടാതെ ഇത്രയും കാലം നടന്ന പോലെ. എന്തായാലും എൻ്റെ 2 മക്കളെ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ സാധിച്ചു. എനിക്ക് മാത്രം അതിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് അവര് പറയും. പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോയി. ഇനിയും ദൈവാനുഗ്രഹം ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇല്ലാണ്ട് തനിയെ ഒന്നും കഴിയില്ല. എൻ്റെ ഈ ആരോഗ്യസ്ഥിതി വെച്ച് എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം കുഞ്ഞുമക്കൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ കുടുംബത്തോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ദൈവത്തോടും. അമ്മയോട് എന്താ പറയാനുള്ളത്? അമ്മ അടിപൊളിയാണ്. അമ്മ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഈ വെട്ടലും കുത്തലും ഒക്കെ അമ്മ ഭയങ്കര ആത്മാർത്ഥമായിട്ട് കൂടിയ പണിക്കാരിയാണ്. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ മിസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ പഠിപ്പിക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ് ചെയ്യുന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് 45 പിള്ളേരുടെ ഒരു സ്കൂളായതുകൊണ്ട് അമ്മ പഠിപ്പിക്കുകയും കൂടി ചെയ്യണം. അതുകൊണ്ട് ആ ആസ്പെക്ട് ക്ലിയർ ആണ്. അപ്പൊ ഇതുവരെ അമ്മ അടിപൊളിയായി അമ്മയുടെ പൊളിയാട്ടോ. നമുക്ക് പിന്നെ പറയാനുള്ള ചിറ്റനെ കുറിച്ച് നമുക്ക് ആപ്പാടെ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറ്റുന്ന അല്ലെ, ഹാപ്പി ബർത്ത്ഡേന്റെ പാട്ടേ ഫുള്ളായിട്ട് പാടുന്ന ഒരേ ഒരാള് ചിറ്റയായിട്ടുണ്ട്. നമ്മള് ചിറ്റപ്പന് ചിറ്റനെ കുറിച്ച് എന്താ ഇപ്പൊ പറയാനുള്ള? ചിറ്റപ്പന് വാഗ അതെ ചിറ്റവാ വളരെ സന്തോഷം. ചിറ്റവാ എന്നാലും ഒരു ഉള്ളിന്ന് വന്നതാണ് ഞാൻ പറഞ്ഞത്. അതെ, എന്നാലും ഗ്രേറ്റ്. ജിഞ്ഞതയ്ക്ക് ചിറ്റനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷം അല്ലേ ഇങ്ങനൊരു പരിപാടിക്ക് പിന്നെ ഇനി നമ്മുടെ പിള്ളേരുടെ പ്രോഗ്രാം ഉണ്ടാവുന്നല്ലോ. ആ ചിറ്റ നമ്മളെയൊക്കെ പഠിപ്പിച്ചാലോ. ഇത് ഇവിടെ കുറെ എണ്ണം ഇരിക്കുന്നുണ്ട്. എടാ എന്ത് രാമച്ചിക്ക് ചിറ്റനെ കുറിച്ച് പറയാനുള്ള 2 വാക്കുകൾ പറയൂ. രാമച്ചി അതെ വട്ടേപ്പല്ലോ പേരമച്ചി. എന്താ കിണ്ണത്തപ്പം ഉണ്ടാക്കി വെട്ടിക്കൊണ്ടിരിക്കുക. അത് പേരമച്ചിനെ ഉണ്ടാക്കിയതാണ്. പേരമച്ചി ചിറ്റനെ കുറിച്ച് പറയാൻ എന്താണുള്ളത്? ചിറ്റ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് ഏറ്റവും സൂപ്പറായ ടീച്ചറാണ്. സൂപ്പറായ ടീച്ചറെ HMI വളരെയധികം സന്തോഷം. സന്തോഷമുണ്ട്. എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. അമ്മയ്ക്ക് എന്താ അമ്മ ചിറ്റനെ കുറിച്ച് പറയാനുള്ള? പേരമച്ചിക്ക് എന്താ പറയാനുള്ള? ചിരകാല സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. സ്വപ്നങ്ങൾ. അമ്മയ്ക്ക് എന്താ പറയാനുള്ള ചിറ്റനെ കുറിച്ച്? ആശംസകൾ നേരുന്നു. അതോട് തീർന്നു. അമ്മ ഇവർക്കൊന്നും ദീർഘമായി നോക്കാൻ നമുക്ക് മരുമക്കളോട് ചോദിച്ചു നോക്കാം. ചേച്ചി ചിറ്റനെ കുറിച്ച് 2 വാക്ക് പറയും. ഇപ്പൊ തന്നെ 2 വാക്ക് പറയും. പറഞ്ഞോളൂ. സന്തോഷം. ബിരിയാണി പിള്ളേരെ ഞാൻ അവിടെ ആക്കണം എന്ന് കരുവാരുണ്ടല്ലേ. മയിലാട്ടിയാണ് ഞാൻ എന്തായാലും ഉറപ്പായിട്ടാക്കിയത്. ചിറ്റയ്ക്ക് 2 പിള്ളേർ പോയി കേട്ടോ. ആവശ്യം സൂപ്പറാണ്. ബിരിയാണി കഴിച്ചോണ്ടിരിക്കല്ലേ. ഇവർക്കൊന്നും ഒരു ആത്മാർത്ഥമുള്ള അല്ലേ ഒരു ഇനി നമ്മുടെ സ്വന്തം മോള് ഗബ്രി അല്ല ചിറ്റേന്റെ 3ാമത്തെ മോൾ. നിനക്ക് എന്താ പറയാനുള്ള? ചിറ്റയ്ക്ക് ഹെഡ്മാസ്റ്റർ കിട്ടിയല്ലേ സന്തോഷം. നമ്മൾ അടുത്തതായിട്ട് നമ്മള് ആ ചിറ്റയ്ക്ക് നമ്മൾ ഉപകാരങ്ങൾ കൊടുക്കാൻ പോവാണ്. നമ്മളെ കൂട്ടത്തില് ആദ്യത്തെ ഉപകാരം കൊടുക്കാൻ പോകുന്നത് നമ്മുടെ അഞ്ചേച്ചിയുടെ കൊടുക്ക്. ഉപകാരം കൊടുക്കോ. ഉപകാരം അടുത്തതായിട്ട് നമ്മള് ഇല്ല ചിറ്റ അടുത്ത നമ്മുടെ ഹെഡ് മിസ്സിനെ നമ്മൾ പൊന്നാട അണിയിക്കാൻ പോവാണ്. ചിറ്റപ്പ ജസ്റ്റ് ഒരു പൊന്നാട ചിറ്റപ്പ ഒന്ന് വാ
വായിട്ടവാ ചിറ്റപ്പനെ നമ്മള് വിളിക്കുന്നു ചിറ്റപ്പനെ ക്ഷണിക്കുന്നു വായിട്ടവാ ചിറ്റപ്പാ ചിറ്റപ്പാ പേർപ്പായിന്റെ പേർപ്പായി പോലെ എവിടുത്തെ കൈയടിക്ക ഇനി പൊന്നാട അണിയിക്കാൻ നമ്മള് ചിറ്റപ്പനെ വിളിക്കുന്നു. ജിഞ്ചരെ ഇത് എങ്ങനെയാ ജിഞ്ചരെ പൊന്നാട അണിയിക്കുക ചിറ്റപ്പ അല്ല ഇനി നമ്മൾ പുതിയ ഇടുന്നില്ല പേർപ്പായ. ഓക്കെ ഓ ചിറ്റപ്പ ചിറ്റ കൈ കൂപ്പിയിട്ടേ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ജോലിയിൽ പ്രവേശിച്ചതു മുതൽ ആദ്യം പ്രവേശിച്ചത് മുനിസിപ്പൽ സ്കൂൾ പരുത്തിപ്പറയായിരുന്നു, ഷൊർണൂർ മുനിസിപ്പൽ സ്കൂൾ പരുത്തിപ്പറ. അവിടെ 7.5 വർഷം സേവനം ചെയ്തു. അതിനുശേഷം 13 വർഷം GUPS കാളികാവ് ബസാറിലും, അതിനുശേഷം 9 വർഷം GLPS അടക്കാക്കുണ്ടിലും സേവനം അനുഷ്ഠിച്ചിരുന്നു. അവിടെ എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും സഹപ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിച്ചോളൂ. സ്കൂളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലേക്ക് എത്തിച്ചു തന്നിരുന്ന എൻ്റെ മക്കൾക്കും എൻ്റെ എല്ലാ 18 മക്കൾക്കും എന്നെ സ്കൂളിലേക്ക് ചിറ്റപ്പനെ മറന്നു പോയിട്ടില്ലോ. ചിറ്റപ്പനോട് എന്തൊക്കെയില്ല സ്കൂളിലേക്ക് എത്തിച്ചെന്ന് എന്റെ ഭർത്താവിനും എന്റെ കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും പേര് പറഞ്ഞു തുടങ്ങി അങ്ങേ അറ്റം മുതൽ തുടങ്ങണം. ദീപു, ബിനേഷ്, പിന്നെ അടുത്ത ആരാണ് ബിബിൻ, ജിബിൻ, റോബിൻ, ജോബിൻ, അയന, ജോഷ്ന, പിന്നെ ഐവിനായിരുന്നു പറയണ്ടല്ലോ. എല്ലാവർക്കും പിന്നെ എന്റെ കൂടെ പോകുന്ന ഐവിനും ആയിരുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നാല് ലാസ്റ്റ് ഇല്ല.
ഇനിയില്ല. വാ, വാ, വാ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പേർപ്പായിട്ട് ഒരു 4 ലൈൻ ഇല്ല നാട്ടിക്കൂല. പേർപ്പായിട്ട് ഒരു 4 ലൈൻ കവിത പോവാണ്. പണ്ടത്തെ പോലെ അല്ല, ഇതിപ്പോ ഓക്കുന്നില്ലടാ. പേർപ്പായിട്ട് 4 ലൈൻ കവിത. 4 ലൈൻ കവിത. എടാ ഐവിന പേർപ്പായ സ്റ്റേജിൽ പേർപ്പായി പാടിക്കോ. 4 പേർപ്പായ ഉസാറാവും. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ നമ്മുടെ ബുക്കൊക്കെ നോക്കി പോരാ. നിങ്ങൾ പേടിക്കണം, നിങ്ങൾ പാടിക്കോ. അടുത്തതായി നമ്മുടെ ഞാൻ കുറെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടു, പക്ഷെ ആരും പ്രോഗ്രാമിന് തയ്യാറായില്ല. അവസാനം നമ്മള് അയനക്കുട്ടിയുടെ ഒരു നല്ലൊരു സോങ്ങിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. അതിനുകൂടി യു ക്യാരി. കൂടുതലും പ്രവൃത്തി പരിചയം 1ാം ക്ലാസ്സിലെ കുട്ടികളുമായിട്ടാണ്. അപ്പൊ ഞാൻ അമ്മയുടെ കുഞ്ഞു പിള്ളേർക്കുണ്ട്. ഇപ്പൊ വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ എത്തിയിട്ടുണ്ട് അവര്. എന്നാലും അമ്മയുടെ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കിഴക്കു കിഴക്കൻ കാട്ടിലേക്ക് ഇങ്ങിനി കാട്ടിലെ തത്തമ്മ പണ്ടൊരു ചക്കിപ്പരുന്നിന്റെ വീട്ടിൽ പാട്ടു കച്ചേരിക്ക് പോയി. കുഞ്ഞിച്ചിറകു മുളയ്ക്കാത്ത കുഞ്ഞിനെ കൂടെ കൂട്ടി തത്തമ്മ പച്ചപ്പനങ്കിരി കൂട്ടിലുറക്കി പല്ലവി പാടി തത്തമ്മ. കിഴക്കു കിഴക്കു കിഴക്കൻ കാട്ടിലേക്ക് ഇങ്ങനെ കാട്ടിലെ തത്തമ്മ പണ്ടൊരു ചക്കിപ്പരുന്നിന്റെ വീട്ടിൽ പാട്ടു കച്ചേരിക്ക് പോയി. പാട്ടിനിടയിൽ പനന്തത്ത ചോദിച്ചു കല്ലു കടിക്കണതാരാണ്. ചക്കിപ്പരുന്ത് വിളിച്ചു പറഞ്ഞു പുത്തരിച്ചോറിലെ കല്ലാണ്. കച്ചേരി തീർന്നപ്പോൾ വീടിന്റെ മുറ്റത്ത് ചക്കിപ്പരുന്തിനെ കണ്ടില്ല. താരാട്ടു കേട്ടു മയങ്ങിയ ഉണ്ണി തങ്കക്കൂടത്തിനെ കണ്ടില്ല. കാലത്തു ചക്കിപ്പരുന്തു ചവച്ചിട്ട കുഞ്ഞിനെ കണ്ടു തത്തമ്മ. ഇത്തിരി ചുണ്ടുമീളം ചിറകും കണ്ട് പൊട്ടിക്കരഞ്ഞു തത്തമ്മ. കിഴക്കു കിഴക്കു കിഴക്കൻ കാട്ടിലേക്ക് ഇങ്ങനെ കാട്ടിലെ തത്തമ്മ പണ്ടൊരു ചക്കിപ്പരുന്തിന്റെ വീട്ടിൽ പാട്ടു കച്ചേരിക്ക് പോയി. നമ്മുടെ കുടുംബത്തിലെ മൂത്ത ജ്യേഷ്ഠൻ അല്ലെ? മൂത്ത ജ്യേഷ്ഠൻ തന്നെയല്ലേ ഇതില് പറയാ. നമ്മളെ പേർപ്പായി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോവാണ്. പാട്ടാണ് പേർപ്പായി, കവിതയാണോ പേർപ്പായി? കവിത ചെറിയ പാട്ടാ, പക്ഷെ എന്നാ തെറ്റും കുറ്റമൊക്കെ വരും. ഒരു കുഴപ്പമില്ല പേർപ്പായി, നമുക്ക് ഒരു തെറ്റും കുറ്റമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നമ്മൾ ക്ഷമിക്കും. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ലു തരാമോ. കടലിനക്കരെ പോണോരെ കാണാ പൊന്നിനു പോണോരെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ലു തരാമോ. ഇനി ബാക്കിയുള്ളതൊക്കെ തെറ്റും കുറ്റവും ക്ഷമിക്കുക. ഒരു പാട്ട് പോവാണ്. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തോ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഞ്ഞു വീണരാഗം കടലിനിക്കരെ ഓർമ്മകളെ ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു. നിന്റെ ഓർമ്മകളിൽ വീടുടഞ്ഞു തുടയുന്നു. പോയ കാലം കാറ്റിനക്കരെ കൊഞ്ഞു വീണരാഗം കടലിനിക്കരെ ഓർമ്മകളെ ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു. നിന്റെ ഓർമ്മകളിൽ വീടുടഞ്ഞു തുടയുന്നു.
ഇനിയാണ് നമ്മുടെ മെയിൻ കലാസന്ധ്യയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് മോണാക്ട് ആണ് നമ്മുടെ പേരൻസിന്റെ വക. പേരൻസ് ഒരു പാട്ട് പാടി ഇരിക്കുകയാണ്. പേരൻസ് നമ്മളെ മോണാക്ട് കൂടെ അവതരിപ്പിച്ചിരുന്നു. സ്റ്റാർട്ട്. സഹൃദയരെ, ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള എടുത്തിട്ടുള്ള ഒരു കഥയാണ് സോളമന്റെ വിജ്ഞാനം. പ്രഭു, അങ്ങേ കാണാൻ 2 സ്ത്രീകൾ വന്നിരിക്കുന്നു. അവരോട് വരാൻ പറയൂ. എന്താണ് നിങ്ങൾക്ക് ആവശ്യം? എന്താണ് നിങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത്? യജമാനനെ, ഞാനും ഇവളും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ ഞങ്ങൾ രണ്ടുമല്ലാതെ വേറെ ആരുമില്ല. അവിടെ വെച്ച് ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം ഇവളും ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അർദ്ധരാത്രിയിൽ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇവളുടെ കുഞ്ഞിനെ രാത്രിയിൽ അവളുടെ കുഞ്ഞിന്റെ ദേഹത്ത് കിടന്നിട്ട് കുഞ്ഞ് മരിച്ചുപോയി. ഞാൻ അന്ന് രാത്രിയിൽ നല്ല ഉറക്കത്തിലായിരുന്നു. ഇവളുടെ മരിച്ച കുഞ്ഞിനെ എന്റെ മാറിടത്തിലും എന്റെ കുഞ്ഞിനെ അവളുടെ മാറിടത്തിലും കിടത്തി. അല്ല പ്രഭു, അല്ല, ഇവൾ പറയുന്നത് നുണയാണ്. മരിച്ചത് ഇവളുടെ കുഞ്ഞാണ്. അല്ല പ്രഭു, അല്ല, എന്റെ കുഞ്ഞാണ് ജീവനോടെ ഇരിക്കുന്നത്. അല്ല പ്രഭു, അല്ല, ഇവളെ വിശ്വസിക്കരുത്. ഇവൾ പറയുന്നത് കളവാണ്. അല്ല പ്രഭു, ഇവൾ പറയുന്നത് നുണയാണ്. എന്റെ കുഞ്ഞാണ് ഈ ജീവനോടെ ഇരിക്കുന്നത്. ആരെവിടെ? അടിയൻ. ഒരു വാൾ കൊണ്ടുവരൂ. ജീവനുള്ള ഈ കുഞ്ഞിനെ എടുത്ത് വിഭജിച്ച് 2 പേർക്കും തുല്യമായിട്ട് കൊടുത്തോളൂ. വേണ്ട യജമാനനെ, വേണ്ട. അവനെ കൊല്ലരുത് യജമാനനെ, അവനെ കൊല്ലരുത്. അവനെ അവൾക്ക് കൊടുത്തോളൂ, ജീവനോടെ കൊടുത്തോളൂ. എനിക്ക് അവനെ എപ്പോഴെങ്കിലും കാണുമെങ്കിലും ചെയ്യാമല്ലോ. അത് പറ്റില്ല, അത് പറ്റില്ല. എന്റെ കുഞ്ഞാണ് ജീവനോടെ ഉള്ളത്. ആ ജീവനുള്ള കുഞ്ഞിനെ ആദ്യത്തെ സ്ത്രീക്ക് എടുത്തു കൊടുക്കുക. അവളാണ് യഥാർത്ഥ അവകാശിയായ അമ്മ. സഹൃദയരെ, സോളമന്റെ വിജ്ഞാനം കേട്ടറിഞ്ഞ ജനങ്ങൾ സോളമനോട് വലിയ ഭയഭക്തി ഉള്ളവരായി. ഉഷാറായിട്ട് കഥാപ്രസ അല്ല ഇത് മോണാക്ട് അവതരിപ്പിച്ചത് ഗ്രേറ്റ് കേട്ടോ. ഗ്രേറ്റ് ഗ്രേറ്റ്. ലാസ്റ്റ് കുറച്ച് ഇനി നമ്മള് ഇവയുടെ പിന്നെ മൈക്ക് പാപം പിന്നെ തരാട്ടോ. സുധീരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? എന്റെ പേര് ഞാൻ 3ാം ക്ലാസ്സിലാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയാണ് ആട്ടിടയന്റെ കഥ. ഒരിടത്ത് ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. ആ ആട്ടിടയന് 100 ആടുകളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ ആട്ടിടയൻ ആട് മേയ്ക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ പച്ചപ്പുല്ലിനിടയിൽ അവരെ കൊണ്ടുപോയി. അവർക്ക് ദാഹിക്കുമ്പോൾ തെളിഞ്ഞ ജലാശയവും കാണിച്ചു കൊടുത്തു. ഒരു ആട്ടിൻ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ആട്ടിൻ കുഞ്ഞിനെ തിരയാൻ വേണ്ടി ബാക്കിയുള്ള എല്ലാ ആടുകളെയും മലമുകളിൽ വിട്ട് കൂട്ടം തെറ്റി ആടുകളെ അന്വേഷിച്ചു പോയി. അങ്ങനെ കുറെ പോയപ്പോൾ ഒരാട്ടിടയനെ കണ്ടെത്തി. അത് കണ്ട് സന്തോഷിച്ച ആട്ടിടയന് വളരെ സന്തോഷമായി. ആ ആട്ടിടയൻ തോളിലേറ്റിപ്പോന്നു. ഇന്നു നീ കാരുണ്യപൂർവം
തന്ന നന്മകൾക്കൊക്കെയുമായി നിന്നാഗ്രഹത്തിനെതിരായി ചെയ്തോരൻ കൊച്ചു പാപങ്ങൾ പോലും എൻ കണ്ണുനീരിൽ കഴുകാം മേലിൽ പുണ്യപ്രവർത്തികൾ ചെയ്യാം ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നിതാ നന്ദി നന്നായി ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി. ഓക്കെ, അപ്പൊ നമ്മുടെ ചിറ്റാന്റെ HM പ്രൊമോഷന്റെ പാർട്ടി നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഓക്കെ ബൈ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവരും ബൈ. ടാറ്റാ.